കോഴിക്കോട്ടെ പ്രവേശനോത്സവം നടക്കുകയാണ്. സമീർ സി മുഹമ്മദ് ഉണ്ട്. സമീർ ഏത് സ്കൂളിലാണുള്ളത്? അറിവിൻ്റെ പുത്തൻ പുലരിയുമായി സ്കൂളുകൾ വീണ്ടും തുറന്നല്ലോ. സുന്ദര ചിത്രശലഭങ്ങൾ പോലെ കുഞ്ഞുങ്ങൾ ഓടിയെത്തിയല്ലോ. സ്കൂളുകൾ വീണ്ടും മുഴങ്ങുന്നു. അജിംസ്, ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് കോട്ടാമ്പറമ്പ് AM-LP സ്കൂളിലാണ്. ഇവിടുത്തെ പ്രവേശനോത്സവ ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. ഉദ്ഘാടനത്തിനായി കൗൺസിലർ സിദ്ദീഖ് എത്തിയിട്ടുണ്ട്. അതുപോലെ കുട്ടികളൊക്കെ തന്നെ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. വലിയ സന്തോഷത്തിലാണ് കുരുന്നുകളൊക്കെ ഉള്ളത്. അവരൊക്കെ പല ഇടങ്ങളിൽ നിന്നായിക്കൊണ്ട് അവർ എത്തുന്നു. അതുപോലെ രാവിലെ മുതൽ അവർക്ക് വലിയ സമ്മാനങ്ങളൊക്കെ ആയിക്കൊണ്ട് അധ്യാപകരും അതുപോലെ പൂർവ്വ വിദ്യാർത്ഥികൾ PTA ഭാരവാഹികളെല്ലാം തന്നെ അവരെ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. വലിയ സന്തോഷത്തിലാണ് കുട്ടികളെല്ലാം തന്നെ ഉള്ളത്. നമുക്കൊപ്പം ഈ കുരുന്നുകൾ കൂടി ചേരുകയാണ്. ഹായ് മോളു, പേരെന്താണ്? സെയ്ൻഹാൻ. ഇപ്പോൾ 1ാം ക്ലാസ്സിലേക്കല്ലേ? സന്തോഷമായോ? കൂട്ടുകാരൊക്കെ കിട്ടിയല്ലേ? ജിംസ്, വലിയ സന്തോഷത്തിൽ തന്നെയാണ് കുഞ്ഞുങ്ങളൊക്കെ ഉള്ളത്. ഹായ് മോളൂസേ. ഹലോ ഹലോ. പാട്ട് പാടുവോ? പാടൂല? പേരെന്താ? ആൻവി. 1ാം ക്ലാസ്സിലേക്കല്ലേ? കൂട്ടുകാരെ കിട്ടിയോ? ഇനിയിപ്പോൾ സമ്മാനങ്ങളൊക്കെ ഉണ്ടല്ലേ? ടീച്ചേഴ്സ് ഇവിടെ കൊണ്ടുവന്നിട്ട് ബാഗും അതുപോലെ പൂക്കളുണ്ട്, മിഠായി ഉണ്ട്, ബലൂണുണ്ട്. ജിംസ്, ഇവിടെ ഏതായാലും അതിനുള്ള ഉദ്ഘാടന ചടങ്ങിനുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഉദ്ഘാടകനും എത്തിയിട്ടുണ്ട്. വൈകാതെ തന്നെ ഇതിൻ്റെ ചടങ്ങുകൾ ആരംഭിക്കും. വിദ്യാർത്ഥികളൊക്കെ വലിയ സന്തോഷത്തിലാണ്. അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ, ഇരട്ട കുട്ടികളുള്ള ക്ലാസ് കൂടിയാണ് 1ാം ക്ലാസ്. അതുപോലെ മറ്റു പ്രധാനപ്പെട്ട കാര്യം, ജാർഖണ്ഡിൽ നിന്നുള്ള അതിഥി തൊഴിലാളികളുടെ കുരുന്നുകൾ കൂടി ഈ വർഷം ഈ സ്കൂളിൽ പ്രവേശനത്തിന് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഹലോ ഭയ, इसको नाम क्या है? नजीद. क्या? नाम क्या है? मदा. हाँ, उसको इंद्रजीत. इंद्रजीत. हाँ. उसको नाम क्या है भैया? सूर्यांश. क्या? सूर्यांश. സൂര്യ. ഇന്ദ്രജിത്ത്, സൂര്യ, 2 കുട്ടികൾ. അവർ ജാർഖണ്ഡിൽ നിന്നുള്ളവരാണ്. അവരുടെ അച്ഛനും അമ്മയും ഇവിടെ വിവിധ തൊഴിലുകൾക്കായി വന്നതാണ്. ഒരു ആശുപത്രിയിലാണ് അവരുടെ അച്ഛൻ ജോലി ചെയ്യുന്നത്. അവിടുത്തെ മെഷീനറി വർക്കുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്. ആ കുട്ടികൾ കൂടി ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ വിവിധ തലങ്ങളിലുള്ള കുട്ടികളൊക്കെ ഇവിടെ എത്തിയിരിക്കുന്നു. വലിയ സന്തോഷത്തോടു കൂടെ ഈ പ്രവേശനോത്സവത്തിന് തുടക്കമാവുകയാണ്. അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് നീങ്ങുകയാണ്. ഇപ്പോൾ അതിൻ്റെ ഭാരവാഹികൾ, സ്കൂളിൻ്റെ ഭാരവാഹികൾ, അതുപോലെ തന്നെ അധ്യാപകർ, അതുപോലെ ഇന്നത്തെ ഈ പരിപാടിയുടെ ഉദ്ഘാടകനായിട്ടുള്ള കൗൺസിലർ സിദ്ദീഖ് ഉൾപ്പെടെയുള്ള എത്തിയിട്ടുണ്ട്. സിദ്ദീഖ്, അപ്പം 3 സ്കൂളിലെ ഉദ്ഘാടനം ഉണ്ടല്ലോ? 3 സ്കൂളുണ്ട്. ഫസ്റ്റ് ഇതാണ്. പിന്നെ മാനാട് UPS, മാനാട് AM-LP. പാടിൽ 3 എയ്ഡഡ് സ്ഥാപനങ്ങളുണ്ട്. അപ്പം വിദ്യാർത്ഥികളൊക്കെ വലിയ സന്തോഷത്തിലാണ്. വലിയ സമ്മാനങ്ങളൊക്കെ അധ്യാപകർ നൽകുന്നുണ്ട്. ഈ സ്ഥാപനത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, എല്ലാ വർഷത്തിലും ഒരാൾ കുട്ടികൾക്കുള്ള പുസ്തകം കൊടുക്കാറുണ്ട്. ഇത് സ്റ്റാഫാണ് പുതിയ കുട്ടികൾക്കുള്ള ബാഗും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. നല്ല എൻ്റെ വാർഡിൽ നല്ല LP ഒരു സ്കൂളാണ്. താങ്ക് യു. ജിംസ്, എന്തായാലും ഇപ്പോൾ കുട്ടികൾ അതുപോലെ അവരുടെ രക്ഷിതാക്കളൊക്കെ എത്തിയിട്ടുണ്ട്. ഉദ്ഘാടന ചടങ്ങ് ആരംഭിക്കുകയാണ്. വലിയ സന്തോഷത്തോടു കൂടെ തന്നെയാണ് കുട്ടികൾ എത്തിയിട്ടുള്ളത്. ഈ സ്കൂളിൽ ഇത്തവണ 16 കുട്ടികളാണ് 1ാം ക്ലാസ്സിലേക്ക് എത്തിയിരിക്കുന്നത്. അതിലിപ്പോൾ ഇരട്ട കുട്ടികളായ 2 പേർ കൂടി. കോഴിക്കോട് സമീർ സി മുഹമ്മദാണ്. കോട്ടാമ്പറമ്പ് ALP സ്കൂളിൽ നിന്നാണ് സമീർ സംസാരിച്ചത്. ഇടുക്കിയിൽ ആഷിക്കുണ്ട്. ആഷിക്ക് ഏത് സ്കൂളിലാണുള്ളത്? അജിംസ്, ഞാനുള്ളത് തൊടുപുഴയിലാണ്. തൊടുപുഴയിലെ മുനിസിപ്പൽ UP സ്കൂളിലാണ്. ഇവിടെ പ്രവേശനോത്സവം ആരംഭിക്കാൻ അല്പം വൈകിട്ടുണ്ട്. ഇവിടെ ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന മുഖ്യാതിഥികൾ ഇച്ചിരി കൂടി വൈകുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആ കാത്തിരിപ്പിന്റെ ഒരു അസ്വസ്ഥതയൊന്നും കുട്ടികൾക്കിടയിൽ കാണുവാനില്ല. പതിയെ സംഗീതമൊക്കെ ഇട്ട് കുട്ടികളെ ആവേശഭരിതരാക്കാനുള്ള നീക്കത്തിലാണ് അധ്യാപകരും മാതാപിതാക്കളും ഉള്ളത് എന്നുള്ളതാണ്. എല്ലാവരും വലിയ ഹാപ്പിയാണ്. ആരും തന്നെ ഒരു കരച്ചിലിന്റെ ഒന്നും ഒരു അന്തരീക്ഷം ഇവിടെ കാണാനേ ഇല്ല എന്നുള്ളതാണ്. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പോൾ പാട്ട് കൂടി വന്നിട്ടുണ്ട്. പാട്ടിന്റെ അകമ്പടിയിൽ ചെറുതായിട്ട് നൃത്തം വെക്കാനുള്ള ഒരു പദ്ധതിയാണ് എന്ന് തോന്നുന്നു. കുട്ടികൾ ചിലരൊക്കെ പതിയെ സ്റ്റെപ്പ് ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. 1ാം നിരക്കാർ, ആദ്യ നിരകളിലൊക്കെ ഉള്ളവരൊക്കെ പതിയെ ഡാൻസ് ചെയ്ത് തുടങ്ങി എന്നുള്ളതാണ്. എല്ലാവരും വളരെ ഹാപ്പിയായിട്ട് പരിപാടികളൊക്കെ തുടങ്ങുകയാണ്. അല്പസമയത്തിനൊക്കെ ഇവിടുത്തെ പ്രവേശനോത്സവം ആരംഭിക്കും. ജില്ലാതല പ്രവേശനോത്സവം നടക്കുന്നത് ഹൈറേഞ്ചിലാണ്. ഹൈറേഞ്ച് കട്ടപ്പന ശാന്തിഗ്രാം മോഡൽ സ്കൂളിൽ വെച്ചായിരിക്കും ജില്ലാതല പ്രവേശനോത്സവം നടക്കുക എന്നുള്ളതാണ്. നമുക്ക് കാണാം. വളരെ ഹാപ്പിയാണ് എല്ലാവരും. എന്താണ് ഹാപ്പിയാണോ? അവധിക്കാലം എങ്ങനെ ഉണ്ടായിരുന്നു? സ്കൂളിലേക്ക് മടങ്ങി വരുന്നതിൽ വിഷമമില്ലേ? സ്കൂളിലേക്ക് തിരിച്ചു വന്നതിൽ, അവധിക്കാലം കഴിഞ്ഞതിൽ വിഷമമില്ലേ?
അവധിക്കാലം കഴിഞ്ഞാൽ വിഷമമില്ലേ? വീട്ടിലിരിക്കാനാണോ സ്കൂളിലിരിക്കാനാണോ ഇഷ്ടം? സ്കൂൾ വരാനാണോ? അതെന്നാ അതുകൊണ്ടാണോ? സ്റ്റെപ്പ് ഇടാവോ? ഡാൻസ് ചെയ്യാവോ? ഒന്ന് ഡാൻസ് ചെയ്യുന്നേ എന്താണ് എങ്ങനെ ഉണ്ടായിരുന്നു അവധിക്കാലം? എങ്ങനെ ഉണ്ടായിരുന്നു? എവിടെയൊക്കെ പോയി? ഈ സ്കൂളിൽ തിരിച്ചു വന്നതിൽ വിഷമമില്ലേ? ടീച്ചർമാരെ അടിക്കൊന്നും ചെയ്യില്ലേ? ടീച്ചർമാരെ ഇഷ്ടമാണോ? പഠിക്കാൻ ഇഷ്ടമാണോ? കണ്ട എല്ലാവരും വളരെ ഹാപ്പിയാണ് ജിംസ്. മറ്റ് സാധാരണ ഇടങ്ങളിൽ നിന്ന് കാണുന്നത് പോലെയല്ല, കുട്ടികൾ വളരെ ആവേശത്തിലാണ്. എന്താ പറയുക, വലിയ ആഘോഷത്തോടെയാണ് അവർ സ്കൂളിലേക്ക് മടങ്ങി വന്നിരിക്കുന്നത്. നമുക്ക് പണ്ട് കാലത്തൊക്കെ ചില കഥകളിലൊക്കെ വായിച്ച് അല്ലെങ്കിൽ ചില ടിപ്പിക്കൽ ചിത്രീകരണം ഉണ്ടല്ലോ, അവധിക്കാലം ആഘോഷിച്ച് കഴിഞ്ഞ ശേഷം വളരെ വിഷമത്തോടെ സ്കൂളിലേക്ക് മടങ്ങി വരുന്ന ഒരു കാലം നമുക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അതല്ല ഇപ്പോഴത്തെ സാഹചര്യമെന്ന് കുട്ടികളുടെ പ്രതികരണങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. എല്ലാവരും വളരെ ഹാപ്പിയാണ്. മോളൂസേ, എന്നാ വിശേഷം? എത്രാം ക്ലാസ്സിലാ? 2-ലാ? തന്നെയാണോ വന്നേ? അമ്മ എവിടെ? ഈ ബലൂൺ എനിക്ക് തരാവോ? താ എല്ലാവർക്കും കയ്യിലൊരു വർണ്ണ ബലൂൺ ഉണ്ട്. ഇവിടെ വളരെ ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുമുണ്ട്. കുട്ടികൾ വളരെ ഹാപ്പി ആയിട്ട് നിർത്താൻ വേണ്ടിയിട്ട് വളരെ മനോഹരമായി ഈ പ്രദേശം അത്രയും അലങ്കരിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും കയ്യിൽ ഓരോ വർണ്ണ ബലൂണൊക്കെ കൊടുത്ത് വളരെ ഹാപ്പിയാണ്. ഇനിയും ഔദ്യോഗിക ഉദ്ഘാടനം തുടങ്ങാൻ അല്പസമയം കൂടി എടുക്കും എന്നുള്ളതാണ്. അത്ര നേരം കുട്ടികളെ എൻഗേജ് ആക്കി ഹാപ്പിയാക്കി നിർത്താനുള്ള ശ്രമം അധ്യാപകരുടെ ഭാഗത്തുനിന്ന് തുടങ്ങുന്നുണ്ട്. ഏതായാലും ഈ ഇടുക്കി ഉപജില്ലയിലെ തൊടുപുഴ ഉപജില്ലയിലെ ഔദ്യോഗികമായ ഉദ്ഘാടനം നടത്തിയതിനു ശേഷമാണ് ഇവിടുത്തെ മുനിസിപ്പൽ ചെയർമാൻ അടക്കം ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുള്ളൂ. അപ്പോഴേക്കായിരിക്കും ഇവിടെ ഔദ്യോഗികമായ ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കാൻ. നോക്കൂ, വളരെ വളരെ ആവേശത്തിലാണ് കുട്ടികൾ. എവിടെയും നിൽക്കുന്നില്ല, അവരുടെ ആവേശം പിടിച്ചടക്കാൻ പറ്റുന്നില്ല. പുതിയ ചില ട്രെൻഡിങ് സോങ്ങുകൾ കൂടി ഇട്ടതോടുകൂടി പിള്ളേർ ആവേശം അണപൊട്ടി ഒഴുകുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. നമുക്കിത് കാണുന്നത് തന്നെ വളരെ രസകരമായി തന്നെ തോന്നുന്നു അജിത്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് സംസ്ഥാനത്തെമ്പാടും സ്കൂളുകളിൽ പ്രവേശനോത്സവ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം സ്കൂളിലാണ് നടക്കുന്നത്.